എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുമാതിരി രാത്രിയിൽ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. ആ സെക്കൻഡ് അലോട്ട്മെന്റ് നോക്കുമ്പോഴുള്ള കണ്ടീഷൻസ് ആണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. നമ്മൾ നേരെ പോവാണ്. എച്ച് എസ് ക്യാപ്പിൽ കയറി. എച്ച് എസ് ക്യാപ്പിൽ കയറി കഴിഞ്ഞാൽ അടുത്ത സ്ക്രീൻ ഇങ്ങനെയാണ്. അപ്പോൾ അടുത്ത പേജ് വന്നു. പേജിൽ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് വന്ന ഈ പേജിൽ നമ്മൾ അപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അപേക്ഷയിലെ അപ്ലിക്കേഷൻ നമ്പർ, ആ അപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ താഴെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, അത് കൊടുത്തു. അതിനുശേഷം നമ്മൾ സെലക്ട് ഡിസ്ട്രിക്റ്റ്, ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം താഴെ പച്ച നിറത്തിൽ ലോഗിൻ എന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എത്തുന്നത് ഇതുപോലെ ഒരു പേജിലേക്കാണ്. എല്ലാവർക്കും ഇത് തന്നെ ആവില്ല. ഇത് ഒരു നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒന്നാണ്. ഈ നോ ചേഞ്ച് എന്ന് പറയുന്ന അലോട്ടഡ് അഡ്രസ്സിൽ ഇതിൻ്റെ അർത്ഥം, നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറയുന്ന കാണിച്ചിരിക്കുന്ന ഇതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് നേരത്തെ ഒരു ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിരുന്നു. ആ ഓപ്ഷനിൽ നിന്ന് ഒരു മാറ്റവും ഇപ്പോഴത്തെ അലോട്ട്മെന്റിൽ വന്നിട്ടില്ല എന്നാണ്. ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് നേരത്തെ ഇപ്പോൾ ഒരു കുട്ടിക്ക് കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഞ്ചാമത്തെ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ അഞ്ചാമത്തെ ഓപ്ഷനിൽ കുട്ടി താൽക്കാലിക പ്രവേശനം നേടിയിട്ടുണ്ടായിരുന്നു. കുട്ടി 4, 3, 2, 1 എന്നീ ഓപ്ഷനുകൾക്ക് വേണ്ടിയിട്ട് ആണ് സെക്കൻഡും തേർഡും അലോട്ട്മെന്റുകൾ വെയിറ്റ് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് ആ കുട്ടിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയത്. അതിൽ നിന്ന് ഒരു മാറ്റവും ഇപ്രാവശ്യം വന്നിട്ടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ആ അലോട്ട്മെന്റ് അഞ്ചാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ നോ ചേഞ്ച് ആണ്. ഇങ്ങനെയുള്ള കുട്ടികൾ ഇപ്പൊ കണ്ടല്ലോ, ഈ കുട്ടികൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറയാനുള്ളത്. നമ്മൾ സ്കൂളിൽ പോവുകയോ അവിടെ കൊണ്ടുപോയി അത് കൊടുക്കുകയോ ഇതിൻ്റെ പ്രിന്റ് കൊടുക്കുകയോ പുതിയതായിട്ട് അപേക്ഷിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് മൂന്നാമത്തെ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്, ഒന്നും ചെയ്യാതെ. നമ്മൾ നേരത്തെ താൽക്കാലിക പ്രവേശനം നടത്തിയപ്പോൾ അതൊക്കെ ധാരാളമാണ്. ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളെ തേർഡ് അലോട്ട്മെന്റിന് പരിഗണിക്കും. സെക്കൻഡിൽ കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. തേർഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങളെ പരിഗണിക്കും. അതാണ് ഒരു കാറ്റഗറി. ഇനി മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള ഒരേ പേരുണ്ടാവും. നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറയുന്ന കുറേ പേരുണ്ടാവും. ഇനി നിങ്ങൾ അതിൻ്റെ ഇടതുഭാഗത്ത് സെക്കൻഡ് അലോട്ട് റിസൾട്ട് എന്ന് കാണുന്നുണ്ട്. സെക്കൻഡ് അലോട്ട് റിസൾട്ട് എന്ന് കണ്ടിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നോ ചേഞ്ച് എന്ന് പറയുന്ന ഇത് കാണാം. അടുത്ത പേജിൽ നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എല്ലാ സ്കൂളിലെയും നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നോക്കാം. അതെല്ലാം അടുത്ത പേജിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഇങ്ങനെ അല്ലാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത്, കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയതായിട്ട് കിട്ടിയിരിക്കുന്നു. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ പേജിലേക്ക് നിങ്ങൾ എത്തുന്നു. അവിടെ നിങ്ങൾ ആ പേജിൽ നിങ്ങൾ നോക്കിയാൽ വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ എന്ന് കാണാം. വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുമാതിരിയുള്ള ഒരു അലോട്ട്മെന്റ് കത്ത്, ലെറ്റർ കാണാൻ പറ്റും. അലോട്ട്മെന്റ് ലെറ്റർ കാണാം. ആ അലോട്ട്മെന്റ് ലെറ്റർ ആണ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത്. ഇത് ഈ അലോട്ട്മെന്റ് ലെറ്റർ ആർക്കുണ്ടാവുക? വീണ്ടും ഓപ്ഷൻ മാറി പുതിയതായിട്ട് കിട്ടിയവർക്കാണ്. ആർക്കൊക്കെ ഉണ്ടാവും? പുതിയതായിട്ട് കിട്ടിയവർക്കും ഈ ഹയർ ഓപ്ഷൻ കിട്ടിയവർക്കും.
നോ ചേഞ്ച് കാണിക്കുന്നവർക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കുകയോ അത് കിട്ടുകയില്ല, അത് കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. ഇനി ഈ ഇതാണ് അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറയുന്നത്. ഈ അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾ പൂരിപ്പിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. ഈ പൂരിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ, പുതിയതായിട്ട് കിട്ടുന്നവര് വേണ്ട ഡോക്യുമെന്റ്സ്, അതായത് ഇതിനകത്ത് പറയുന്നുണ്ട് എന്തൊക്കെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി അതൊക്കെ പറയാം. ഞാൻ ഓൾറെഡി നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞതാണ്. അതിലൊന്നാണ് അലോട്ട്മെന്റ് ലെറ്റർ. ഈ അലോട്ട്മെന്റ് ലെറ്റർ രണ്ട് പേജ് ഉണ്ട്. ഇത് ഫോർമാറ്റ് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. പക്ഷെ ഇത് തന്നെയാണ് പുതിയതായിട്ട് കിട്ടുന്നവർക്ക് 2 പേജ് പൂരിപ്പിച്ച് കൊണ്ടുപോകണം. പിന്നെയുള്ളത്, പൂരിപ്പിക്കാൻ അധ്യാപകർ സഹായിക്കും. അവിടെ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അധ്യാപകർ സഹായിക്കും. TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം. CBSE ICSEയിലുള്ളവർക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. കളർ പാസ്പോർട്ട് ഫോട്ടോ വേണം. നിങ്ങളുടെ കുട്ടിയുടെ കളർ പാസ്പോർട്ട് ഫോട്ടോ ഡിജിറ്റൽ ഫോർമാറ്റിൽ. ആ കളർ പാസ്പോർട്ട് ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരപ്രവേശനമാണ് നേടുന്നതെങ്കിൽ അവിടെ മാത്രം നിങ്ങളത് കൊടുത്താൽ മതി, അന്നേരത്ത് കരുതിയാൽ മതി. ഇപ്പം നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ നോക്കണ്ട. നിങ്ങൾ താൽക്കാലിക പ്രവേശനമാണ് നേടുന്നതെങ്കിൽ കളർ ഫോട്ടോ ഇപ്പം കൊടുക്കണമെന്നില്ല, അതിനകത്ത് നിന്നാലും കുഴപ്പമൊന്നുമില്ല. സ്ഥിരപ്രവേശനം നേടുമ്പോൾ ഡിജിറ്റൽ ഫോർമാറ്റിൽ കളർ പാസ്പോർട്ട് ഫോട്ടോ വേണം. മറ്റൊന്ന് കുട്ടിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയാണ്. പിന്നെ കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ മുഴുവനും കോപ്പി ഒറിജിനൽ വേണം. നിങ്ങൾ USS പറഞ്ഞിട്ടുണ്ടാവും, NMS പറഞ്ഞിട്ടുണ്ടാവും. അത്തരത്തിൽ നിങ്ങൾ അവകാശപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഇനി മറ്റൊന്ന് ഇതിനകത്ത് ഫോമത്തിൽ പറയുന്നത് നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ, സെക്കൻഡ് ലാംഗ്വേജ് ഓപ്റ്റഡ്. സെക്കൻഡ് ലാംഗ്വേജ് ഓപ്റ്റഡ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഓപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ, നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു രണ്ടാം ഭാഷ എടുക്കണം. അത് മലയാളമാവാം, ഹിന്ദി ആവാം, അറബിക്കാവാം, ഉറുദു ആവാം, സംസ്കൃതം ആവാം, ഫ്രഞ്ചാവാം. അവിടെ ഏതാണോ ഉള്ളത്, എല്ലാ സ്കൂളിലും എല്ലാ സെക്കൻഡ് ലാംഗ്വേജും ഉണ്ടാവണമെന്നില്ല. പക്ഷെ മലയാളവും ഒക്കെ പൊതുവായിട്ട് ഉണ്ടാവാറുണ്ട്. എല്ലായിടത്തും മിക്കവാറും സ്ഥലത്തുള്ളതാണ് മലയാളം. ഹിന്ദി, അറബിക്കിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു രണ്ടാം ഭാഷ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ, നേരത്തെ പഠിച്ചതോ പുതിയതായിട്ട് ഒക്കെ ആവാം സെക്കൻഡ് ലാംഗ്വേജ്. അപ്പോൾ നമുക്കറിയാം +2-ൽ 6 വിഷയങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും 6 വീതമാണ്. അതിൽ 4 വിഷയങ്ങൾ സബ്ജക്റ്റും പിന്നെ ഇംഗ്ലീഷും പിന്നെ ഒരു രണ്ടാം ഭാഷയാണ്. ആ രണ്ടാം ഭാഷ നമ്മൾ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് തീരുമാനിക്കണം. മലയാളം വേണോ അല്ല അറബിക്ക് വേണം. മലയാളം വേണ്ടവർക്ക് മലയാളം എടുക്കാം, അല്ല അറബിക്ക് ആ സ്കൂളിലുണ്ടെങ്കിൽ അറബിക്ക് എടുക്കാം വേണ്ടവർക്ക്. ഹിന്ദി ആ സ്കൂളിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. ആ സ്കൂളിലുള്ള സാധനമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയുമാണ്. പിന്നെ അലോട്ട്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഫീസ്, അതും കൊണ്ടുപോകണം. ആ ഫീസ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ മുഴുവൻ എഴുതിയിട്ടുണ്ട്. അതിൽ പിന്നെ സ്പെഷ്യൽ ഫീസ് കൊടുക്കണം, കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ട്, പിന്നെ PTA മെമ്പർഷിപ്പ് 100 രൂപയുണ്ട്, PTA ഡൊണേഷൻ 400. ഇത് മാറ്റം വരും. ഈ ഫീസുകൾ ചെറിയ മാറ്റം, PTA മെമ്പർഷിപ്പും PTA ഡൊണേഷനും മാറ്റമില്ല. ബാക്കിയൊക്കെ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരും. ഇതാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇത്. ഇതിൽ പിന്നെ മറ്റൊന്നുള്ളത്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതിൻ്റെ പ്രിൻ്റ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ജാതി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള SLC പ്രിൻ്റ് ഔട്ട് ഇപ്പം നമുക്ക് ലഭ്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പിന്നെ നേരത്തെ നമ്മൾ SLCയുടെ ഒരു പ്രിൻ്റ് എടുത്തു വെച്ചിട്ടുണ്ട് റിസൾട്ട് വന്നപ്പോൾ. ഇപ്പോൾ ആ പ്രിൻ്റ് പോരാ, ജാതിയുള്ള പ്രിൻ്റ് ഇപ്പം നമുക്ക് കിട്ടും. അതേ രീതിയിൽ നമ്മൾ കൊണ്ടുപോയാൽ മതി. ഗൂഗിളിൽ കയറിയിട്ട് SSLCexam.kerala.gov.in എന്ന സൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതുപോലത്തെ ഈ iExamൻ്റെ സൈറ്റിലേക്കാണ് പോവുക. iExamൻ്റെ സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ അവിടെ നമുക്ക് ഈ റീവാലുവേഷനും സ്ക്രൂട്ടിനിയും കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഷീറ്റ് നമുക്ക് കിട്ടും. അവിടെ നോക്കുക. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിനകത്ത് നേരത്തെ കൊടുത്ത മാതിരി SLC രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യണം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യും. SLC പിന്നെ രജിസ്റ്റർ, ഇത് ഓർമ്മിക്കണം, ഇത് +1 അഡ്മിഷൻ നമ്പർ അല്ല ഇവിടെ ചെയ്യുന്നത്. ഇത് SLC രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും
ടൈപ്പ് ചെയ്ത് വ്യൂ റിസൾട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത് ശരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടിൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ പിന്നെ രജിസ്റ്റർ നമ്പർ ഉണ്ട്, നിങ്ങളുടെ പേരുണ്ട്, രക്ഷിതാവിൻ്റെ പേരുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, കാസ്റ്റ് ഏതാണെന്നുണ്ട്, കാറ്റഗറിയും ഉണ്ട്. അപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതാണ് ഇവിടെ തീയ എന്ന് പറയുന്ന കാസ്റ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലൊരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ പുതിയതായിട്ട് കൊണ്ടുപോകണം. ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ ഇൻകം സർട്ടിഫിക്കറ്റോ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ പ്രിൻ്റ് നമ്മളുടെ നേരത്തെ ഈ പ്രിൻ്റിൻ്റെ ഇതാണ് അലോട്ട്മെന്റ് ലെറ്ററിന്റെ പ്രിന്റ്. ഇതെല്ലാവർക്കും കിട്ടില്ല. നോ ചേഞ്ച് ഉള്ളവർക്ക് ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയതായി ചേരുന്നവർക്ക് ആണ് ഇത് വേണ്ടത്. അല്ല, ഹയർ ഓപ്ഷൻ കിട്ടിയവർക്ക് വേറൊരു അതും ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് ലഭിക്കും. അത് പൂരിപ്പിച്ചാണ് അവർ പോകേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ ഇത് കഴിഞ്ഞാലേ കൃത്യമായിട്ട് എന്തൊക്കെ കിട്ടാത്തവരും കിട്ടിയവരും ഇപ്പോൾ കിട്ടിയവരും ഒക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അലോട്ട്മെന്റിൽ നോ ചേഞ്ച് ആണെങ്കിൽ അവരൊന്നും ചെയ്യേണ്ടതില്ല. ഇത് പ്രധാനമായിട്ട് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു ഹയർ ഓപ്ഷൻ കിട്ടിയ ഒരാൾ, ഇപ്പോൾ നേരത്തെ 5ാമത്തെ ഓപ്ഷൻ കിട്ടി, ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ 3ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ, അങ്ങനെ ഒരു കിട്ടൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നേരത്തെ കൊടുത്ത സ്കൂളിൽ ഇതുപോലെ അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾ എടുക്കണം, പൂരിപ്പിക്കണം. അതിനുശേഷം നിങ്ങൾ നേരത്തെ കിട്ടിയ സ്കൂളിൽ പോയിട്ട് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി പുതിയതായിട്ട് കിട്ടിയ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് താൽക്കാലികം വേണമെങ്കിൽ താൽക്കാലികം ചേരാം, അല്ലെങ്കിൽ സ്ഥിരം വേണമെങ്കിൽ സ്ഥിരമായിട്ടും അവിടെ പ്രവേശനം നേടാം. 1ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ചേരേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത്. ആ സ്കൂളിൽ ആ കിട്ടിയ അലോട്ട്മെന്റ്, നിങ്ങൾക്ക് ചേഞ്ച് വന്നിരിക്കുന്ന അലോട്ട്മെന്റ് ലെറ്റർ കിട്ടി, അത് പ്രിന്റ് എടുത്ത് പൂരിപ്പിച്ച് ആ സ്കൂളിൽ പോയി നിങ്ങൾ കൊടുത്ത എല്ലാ സർട്ടിഫിക്കറ്റുകളും പ്രിൻസിപ്പൽ അടുത്തുനിന്ന് നിങ്ങൾക്ക് തിരികെ കിട്ടും. അത് വാങ്ങിക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ പ്രവേശനം കിട്ടിയിരിക്കുന്നത് ആ സ്കൂളിൽ കൊണ്ടുപോയി നിങ്ങൾ താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ ഏതാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ചേരാവുന്നതാണ്. താൽക്കാലികമാണ്, നിങ്ങൾ പുതിയതായിട്ട് സെക്കൻഡിലും താൽക്കാലികമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് കൂടിയുണ്ട്, തേർഡ് അലോട്ട്മെന്റ് കൂടി നിങ്ങൾക്ക് കാത്തിരിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഒരു സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. എന്നെ വിളിക്കുന്നവർക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കാനെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. സംശയങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തിയാൽ മറുപടി പറയുന്നതാണ്.